വിമർശിച്ച മലയാളി അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതിൽ ഇന്ത്യക്കെതിരായിട്ട് ശബ്ദിച്ചു. നമ്മുടെ പാകിസ്ഥാനുമായിട്ട് നമ്മൾ നടത്തുന്ന ഓപ്പറേഷൻ സിന്ധു അതിനെതിരെ അയാൾ പ്രതികരിച്ചു. അയാൾ സോഷ്യൽ മീഡിയയിലാണ് ഇപ്രകാരം പ്രതികരിച്ചത്. നാഗപ്പൂർ പോലീസ് ഇപ്പൊ സോമോട്ടോ ഇട്ടു. സോഷ്യൽ മീഡിയയിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള കമന്റാണ്, ഓപ്പറേഷൻ സിന്ധുവിനെതിരായിട്ടുള്ള കമന്റാണ്. തീർച്ചയായിട്ടും രാജ്യദ്രോഹത്തിന്റെ പരിധിയിൽ വരും. ഇന്ത്യൻ പീനൽ കോഡിലെ 153, 54 വകുപ്പുകളൊക്കെ ഇതിനകത്ത് വന്നാൽ ഡെത്ത് പെനാൽറ്റി അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസ്മെന്റ് കൊടുക്കാം. കാരണം അതിനി അയാൾക്ക് ഡിലേ ചെയ്യാൻ കഴിയില്ല. കാരണം അയാള് സോഷ്യൽ മീഡിയയിലാണ് പ്രതികരിച്ചത്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ബിഗ് ബോസ് താരവും നമ്മുടെ സോഷ്യൽ ഇൻഫ്ലുവൻസറും എന്ന് പറയുന്ന താന്തോന്നി പെട്ടു എന്ന് വേണം കരുതാൻ. അദ്ദേഹം ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് കേട്ടത്. തീർച്ചയായിട്ടും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വളരെ മോശകരമായ രീതിയിൽ നമ്മുടെ സൈന്യത്തെയും ഇന്ത്യയെയും എല്ലാം അപമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പങ്കുവെക്കുകയും ചെയ്തു എന്നുള്ള കുറ്റത്തിനാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏതായാലും രാജ്യദ്രോഹം കുറ്റമടക്കമുള്ള വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾ കേട്ടാൽ മനസ്സിലാകും. നാഗ്പൂരിലുള്ള ഒരു മലയാളി റിയാസ് കുറ്റം ചെയ്തതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് കോടതി ശിക്ഷ വിധിച്ചതും അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നതും. ഏകദേശം ഡെത്ത് പെനാൽറ്റി വരെ അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട്. എന്നാൽ അതേ വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അറസ്റ്റിലേക്കും അതുപോലെ തന്നെ ജയിൽവാസവും അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഏകദേശം 100% ഉറപ്പാണ്. വളരെ മോശകരമായ രീതിയിൽ ഈ ഭൂമിക്കടിയുള്ള എല്ലാ കാര്യത്തിനെക്കുറിച്ചും തനിക്ക് അഗാധമായ അറിവുണ്ട് എന്ന് നടിക്കുന്ന ഒരു വൃത്തികെട്ടവനാണ്. എൻ്റെയൊക്കെ ജോലി എന്തെന്ന് വെച്ചാൽ മുഖത്ത് പുട്ടിയും ഇട്ട് ലിപ്സ്റ്റിക്കും ഇട്ട് വലിയ വലിയ ഹോട്ടൽ കയറി നടന്ന് വൃത്തികെട്ട സാധനങ്ങൾ പ്രൊമോഷൻ ചെയ്യുകയും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കും ഇട്ട് നടക്കുന്ന കണ്ട ഒരു മനുഷ്യനാണ് ഇവനെ നിങ്ങൾ ബിഗ് ബോസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അസാധ്യമായ കുറച്ച് ഇംഗ്ലീഷ് അറിയാമെന്ന ഒരു കാരണം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒന്നിനെക്കുറിച്ചും ഒരു വിവരവുമില്ലാത്ത ഒരു മനുഷ്യനാണ് ഈ റിയാസ് കരീം എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തെയും അതുപോലെ തന്നെ ഇന്ത്യയെയും വളരെ മോശകരമായ രീതിയിൽ അപമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ അദ്ദേഹം റീൽസ് ചെയ്യുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ അദ്ദേഹത്തിന് നമ്മുടെ കോടതി കൊടുക്കും. തീർച്ചയായിട്ടും അത് കൊടുക്കണം. അദ്ദേഹം മാപ്പ് പറഞ്ഞെങ്കിലും അത് കോടതി സ്വീകരിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ കേൾക്കുന്നത്. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അതിനെപ്പോലത്തെ വൃത്തികെട്ട ഒരു മനുഷ്യൻ എന്തിനാണ് സമൂഹത്തിൽ എന്നിവരെ നമ്മൾ ചിന്തിച്ചു പോയാണ്. നമ്മുടെ ഈ രാജ്യത്ത് ഇന്ന് ഇപ്പോൾ പാകിസ്ഥാനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു യുദ്ധത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ സിനിമാ മേഖലയുള്ളവരാവട്ടെ, നമ്മുടെ സാംസ്കാരിക മേഖലയുള്ളവരാവട്ടെ, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുള്ളവരാവട്ടെ, ഏത് രംഗത്ത് കലാപരമായ മേഖലയുള്ളവരാവട്ടെ, എല്ലാവരും തന്നെ ഏകകണ്ഠേന ഐക്യത്തോടു കൂടി നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിനും സൈന്യത്തിനും രാജ്യത്തിനും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ അദ്ദേഹം വളരെ മോശകരമായ രീതിയിൽ നമ്മുടെ സൈന്യത്തിനെക്കുറിച്ചും നമ്മുടെ രാജ്യത്തിനെക്കുറിച്ചും എല്ലാം ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇടുകയും അത് രാജ്യദ്രോഹ കുറ്റമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന് അർഹിക്കുന്ന ശിക്ഷ, ഏറ്റവും വലിയ ശിക്ഷ ഏതാണ് അതുവരെ കൊടുക്കണം. അതുപോലെ തന്നെ അന്നാറിയെ നമ്മുടെ പാകിസ്ഥാൻ്റെ അതിർത്തി കൊണ്ടുവച്ചിട്ട് ഇദ്ദേഹത്തിനെ കൊണ്ട് സൈന്യത്തിൻ്റെ പണിയെടുപ്പിക്കണം. കാരണം എന്നാലേ എന്താണ് നമ്മുടെ സൈന്യം നേരിടുന്ന വെല്ലുവിളി, എന്താണ് അവർ അവിടെ ചെയ്യുന്നത് എന്ന് ഇവനെപ്പോലത്തെ നാറികൾക്ക് മനസ്സിലാണെങ്കിൽ അതെങ്കിലും ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. കാരണം ഇവനത് ചെയ്യാനുള്ള ഒരു കെൽപ്പുണ്ടാവില്ല. കാരണം ലിപ്സ്റ്റിക് ഇടാനും അങ്ങനത്തെ പരിപാടിയെ മൂപ്പർക്ക് അറിയുള്ളൂ. തീർച്ചയായും എന്നാൽ ഇതുകൂടി ചെയ്യിച്ചാലേ ഇവരെ പോലത്തെ ആൾക്കാർക്ക് നമ്മുടെ സൈന്യം എന്താണ് അതിർത്തിയിൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം ഇതിനെ വളരെ ബുദ്ധിപൂർവം ഇസ്ലാമോഫോമിയ ആദിച്ച ആൾക്കാരാണ് തന്നെ വിമർശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ മതപരമായ രീതിയിലൊന്ന് വൈതിരിച്ചു വിടാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. So since morning, I think I might have received like 400 plus DMs where both men and women telling me to go back to Pakistan. No comments, but the only thing that should be leaving this country at this point of time is your rotted brain and your Islamophobia, probably because my name is Riyaz Salim and I said no innocent life should be taken. And your Islamophobia, probably because my name is Riyaz Salim and I said no innocent life should be. അവൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? അവൻ തന്ത്രപരമായ രീതിയിൽ ഇതിനെ മതപരമായി കൂട്ടിക്കരയ്ക്കാൻ വേണ്ടി പറ്റുമോ എന്നൊരു ബുദ്ധിപരമായ നീക്കം കൂടി അവൻ നടത്തി നോക്കി. അവൻ പറയുന്നത് കേട്ടില്ലേ? 100-400 ആൾക്കാർ അവന് മെസ്സേജ് അയച്ചു പാകിസ്ഥാനിലേക്ക് പോയിക്കണം. തീർച്ചയായിട്ടും ഇവനെ പോലെ ആൾക്കാർ തീർച്ചയായിട്ടും പാകിസ്ഥാനിലേക്ക് പോകണം. എന്താണ് തനിക്ക് തന്നെ പോലെയുള്ളവർ എന്തിനാണ് ഇന്ത്യയിൽ നിലകൊള്ളുന്നത്? രാജ്യസ്നേഹമോ രാജ്യത്തോട് സ്നേഹവും ഇല്ലാത്ത ഇത്തരം
വർഗീയവാദികളെ തീർച്ചയായിട്ടും പാകിസ്ഥാനിലേക്ക് തന്നെ വിടുന്നതാണ് എന്തുകൊണ്ടും അഭികാമ്യം. അവൻ പറഞ്ഞത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇസ്ലാമോഫോമിയെ ബാധിച്ച ഒരു കൂട്ടം ആൾക്കാരാണ് തനിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നതും അതുപോലെ തന്നെ വീഡിയോ ചെയ്യുന്നതും എന്നെല്ലാമാണ് അവൻ പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായിട്ടും തന്നെ പോലെ ആൾക്കാർക്ക് ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഒന്നുമില്ലാതെ ഇതെല്ലാം ഉണ്ട് എന്ന് നടിക്കുന്നവനെ പോലത്തെ ചില ആൾക്കാർക്ക് ഇതിലും കുറഞ്ഞ ഒരു മറുപടിയും തീർച്ചയായിട്ടും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടാൻ വേണ്ടിയില്ല. തീർച്ചയായിട്ടും ഇവന് ഡെത്ത് പെനാൽറ്റി അടക്കം കൊടുത്തുകൊണ്ട് ഏകദേശം 6 വർഷത്തോളം ശിക്ഷ ലഭിക്കാവുന്ന ഒരു തെറ്റാണ് ഈ പൊന്നുമോൻ ചെയ്തത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ഒരു മതത്തിൻ്റെ ഇവൻ ഏത് മതമാണെന്ന് ആർക്കാണ് അറിയുക? കാരണം ഇന്ന് വരെ ഒരു മതത്തിൻ്റെ പരിപാടിയിലോ ഒരു ഇസ്ലാം മത വിശ്വാസിയായിട്ടോ ഇവൻ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇവൻ പുട്ടിയുമിട്ട് അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കും ഇട്ട് പെണ്ണുങ്ങളൊപ്പരം വലിയ വലിയ ഹോട്ടലിൽ കയറി അങ്ങനത്തെ പുറത്ത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങൾ പ്രൊഡക്റ്റുകൾ അത് സെയിൽ ചെയ്യാനും അതിൻ്റെ പരസ്യത്തിനും വേണ്ടി ഇങ്ങനെ തെണ്ടി നടക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇസ്ലാമിനെ കുറിച്ച് പറയാൻ എന്താണ് അദ്ദേഹത്തിന് യോഗ്യതയുള്ളത് എന്ന് നമുക്ക് ചോദിക്കാനുള്ളത്. ഇവനെപ്പോലത്തെ ആൾക്കാരെ തീർച്ചയായിട്ടും അടിച്ച് നല്ല കരണം പൊട്ടിക്കുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും ഇന്ത്യയെയും ഇന്ത്യയുടെ അഖണ്ഡതയും അല്ലെങ്കിൽ ഇവിടുത്തെ സൈന്യത്തെയും ഇവിടുത്തെ നിയമ സംവിധാനത്തിനെയും ഒന്നിനെയും ബഹുമാനിക്കാത്തവനെപ്പോലുള്ള ആൾക്കാരെ തീർച്ചയായിട്ടും തുറുങ്കലിൽ അടയ്ക്കണം. അതും എത്ര കാലം കഴിയുമോ അത്രയും കാലം അടയ്ക്കണമെന്നാണ് നമുക്കും അതിനെപ്പറ്റി അഭിപ്രായം പറയാനുള്ളത്. എന്നാൽ പെട്ടുപോയി, ഇനി രക്ഷയില്ല, ഇനി ജയിലിലേക്കാണ് എന്ന് അദ്ദേഹം ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മുപ്പരൊരു മാപ്പും ഒരു കോപ്പുമായി വന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷം അവസാനം പറയുന്നുണ്ട് ജയ് ഹിന്ദ്. നമുക്കതുകൊണ്ടും കൂടി കാണാം. അപ്പോൾ അദ്ദേഹം പങ്കുവെച്ച ഒരു റീൽസാണ് നിങ്ങളിപ്പോൾ കണ്ടത്. തീർച്ചയായിട്ടും അദ്ദേഹം അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് താൻ ഇന്ത്യൻ സൈന്യത്തെ സ്നേഹിക്കുന്നുണ്ട്, അവർ നല്ല കാര്യമാണ് ചെയ്യുന്നത്, അത് മനസ്സിലാക്കി തനിക്ക് പറ്റിപ്പോയ തെറ്റിന് തന്നോട് സഹൃദയം ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് അദ്ദേഹം പങ്കുവെച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും കോടതി സ്വീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം ആദ്യം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഒരു മലയാളി, അതും നാഗ്പൂരിൽ ഒരു മലയാളി ചെയ്ത കുറ്റത്തിന് കോടതി ശിക്ഷിച്ചിരിക്കുകയാണ്. ഇതേ കുറ്റം തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇന്ത്യയെയും അതുപോലെ തന്നെ ഇപ്പോൾ സിന്ദൂർ എന്ന് പറയുന്ന ഈ ഒരു പരിപാടിയെയാണ് വിമർശിച്ചുകൊണ്ട് നമ്മുടെ ഷിയാസ് കരീം എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവൻ സോഷ്യൽ മീഡിയയിൽ വന്ന് കമൻ്റ് ഇട്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം 2 ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള ഒരു മനുഷ്യനാണ്. ഇവനെപ്പോലത്തെ ആൾക്കാരൊക്കെ പങ്കുവെക്കുമ്പോൾ ഈ 2 ലക്ഷം ആൾക്കാർ ഇവൻ പറയുന്നത് ഉള്ളതാണ്, ഇസ്ലാമോഫോമിയെ കൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനെ അടിച്ചത് എന്നിവരെയൊക്കെ ചിന്തിച്ച് കളയും. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും കോടതി അതിൽ നടപടി എടുത്തതും തീർച്ചയായിട്ടും അവനെപ്പോലെ തുറുങ്കലിൽ അടുക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ വൃത്തികെട്ട വേറൊരു സ്ത്രീ മറീന മൈക്കിൾ എന്ന് പറയുന്നൊരു സിനിമാ നടി മറ്റൊരു ഇതുമായിട്ട് വന്നിട്ടുണ്ട്. അതുകൂടി ഒന്ന് കേൾക്കാം. നമ്മളിപ്പോ കുറച്ച് ആൾക്കാർ നമ്മൾ അറ്റാക്ക് ചെയ്തെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ആ രാജ്യത്തിനോട് ഭയങ്കര എതിർപ്പുള്ള പോലെയല്ലേ നമ്മൾ നിൽക്കുന്നത്. കാരണം എനിക്ക് പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ അവർക്ക് ഭയങ്കര നല്ല സുഹൃത്തുക്കളാണ്, നല്ല ആളുകളാണ്. ഇവിടെ 10 പേരെ കൊന്ന് അവിടെ 10 പേരെ കൊന്ന് പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രൈമറി പോലെ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഞാൻ അത്യാവശ്യം എയറിലാണ്. അപ്പം എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ സ്ത്രീ പറഞ്ഞ നിങ്ങൾ കേട്ടില്ല, എത്ര ലാഘവത്തോടു കൂടിയാണ് അവർ സംസാരിക്കുന്നത്. അവർ പറയുന്നുണ്ട് ഇവിടെ 10 ആളെ കൊന്നു കഴിഞ്ഞാൽ തിരിച്ച് അവിടെ 10 ആളെ പോയി കൊല്ലുക, എനിക്ക് പാകിസ്ഥാനിലും ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു വെക്കുകയാണ്. എന്താണ് ശരിക്കും ഉണ്ടായത് എന്ന് പോലും സോഷ്യൽ മീഡിയ പോയിട്ട് ഒരു പത്രം പോലും വായിക്കാതെ നമ്മുടെ ഇന്ത്യയിലുള്ള നിരപരാധികളായ 28 ആൾക്കാരുടെ ജീവൻ ഇവിടെ വന്ന് കൊന്നു പോയിട്ട് നമ്മളതിന് പകരം ചോദിക്കാൻ പോയിട്ട് അതിൻ്റെ ഒപ്പരം നിന്ന് നമ്മുടെ സൈന്യത്തിനൊരു പിന്തുണ കൊടുക്കുന്നതിന് പകരം ഇത്തരം സിനിമ എന്നും പറഞ്ഞ് തെണ്ടി നടക്കുന്ന ഇവിടെ പോലത്തെ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിന് തന്നെ നാശമാണ്, അല്ലെങ്കിൽ മോശമാണ്, അല്ലെങ്കിൽ അതിനെ അപമതിപ്പാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇത്തരം സ്ത്രീകളുടെ അഭിപ്രായങ്ങളും യാതൊരു വിലയും കൽപ്പിക്കാതെ തള്ളിക്കളയണം. കാരണം ഇവർക്കൊക്കെ നിയമത്തിൻ്റെ ശരിയായ വശം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അതുപോലെ തന്നെ ഏകദേശം 6 വർഷമാണ് 6 മാസമാണെങ്കിലും അവരെ ജയിലിട്ടതിന് ശേഷം ഇവരൊക്കെ ഈ പാകിസ്ഥാൻ്റെ അതിർത്തി കറാച്ചിൻ്റെ അതിർത്തിയിലുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കാശ്മീരിൻ്റെ അതിർത്തിയിലുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു 6 മാസമെങ്കിലും ഇവരെ നിർബന്ധിത സൈനിക വൃത്തി ഇവരെ കൊണ്ട് നടത്തിപ്പിക്കണം. എന്നാൽ മാത്രമേ സൈന്യം എന്താണ് ചെയ്യുന്നത്, അവർക്ക് എന്താണ് അവരുടെ ക്ലേശം അനുഭവിക്കുന്നത്, എത്ര ബുദ്ധിമുട്ടുകൾ നേരിട്ടാണ് അവർ പണിയെടുക്കുന്നത് എന്നൊക്കെ ഇവനെയും ഷിയാസ് കരീമിനെയും ഇവളെയും പോലുള്ള ആൾക്കാരെ അവിടെ കൊണ്ട് ജോലി എടുപ്പിച്ചതിന് ശേഷം മനസ്സിലാക്കി കൊടുക്കണം. എന്നാലേ ഇവർക്ക് നമ്മുടെ ഇന്ത്യയിലെ സൈനികരുടെ ഒരു വില എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായൊരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നത്. പാകിസ്ഥാനും ഇന്ത്യയുമായി വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും സമാധാനം പുലരട്ടെ. തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. അത് കൂടുതൽ കാലത്തേക്ക് നീണ്ടു നിൽക്കുകയും അതുപോലെ തന്നെ അതിർത്തിയിലുള്ള
നല്ല നല്ല ആൾക്കാർക്ക് നല്ല സൗകര്യത്തോടുള്ള ജീവിതം നയിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.